നമ്മിൽ പലരും ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടാകും ഒന്ന് സൈക്യാട്രിസ്റ്റിനെയോ സൈക്കോളജിസ്റ്റിനെയോ കണ്ടാലോ എന്ന്. ഒന്നിനും ഒരു മൂഡില്ല, പുതിയതായിട്ട് ഒരു കാര്യവും ചെയ്യാൻ തോന്നുന്നില്ല. എന്നാൽ പഴയ പതിവ് കാര്യങ്ങളാണെങ്കിലോ അതും ചെയ്യാൻ വയ്യ. എന്തിനോടും ഒരു ദേഷ്യം. എപ്പോഴും അടച്ചിട്ട വീട്ടിൽ പറ്റിയാൽ ഒരു മുറിക്കകത്ത് ഒതുങ്ങിക്കൂടും. മറ്റുള്ളവർ ജീവിതം അടിച്ചു പൊളിക്കുകയാണ് എന്ന് തോന്നിപ്പിക്കുന്ന സ്റ്റാറ്റസുകളും മറ്റും നോക്കി എൻ്റെ ജീവിതം ഇങ്ങനെയായല്ലോ എന്ന വിചാരത്തോടെ ലോകത്തോട് മുഴുവനുമുള്ള അസൂയയോടെ നമ്മിൽ പലരും തലകുനിച്ച് ഇരുന്നിട്ടുണ്ടാവും. ഇത്രയൊക്കെ ആയാലും ഡിപ്രഷൻ എന്ന അസുഖമാണോ എന്നറിയാനെങ്കിലും ഒരു തവണയെങ്കിലും ഒന്ന് ഡോക്ടറെ കാണാമെന്ന് വിചാരിച്ചാലോ? അപ്പോൾ ഭ്രാന്തന്മാരുടെ പട്ടികയിലേക്ക് ലോകം നമ്മെ പെടുത്തിയാലോ എന്ന് വിചാരിച്ച് പിൻവലിയും. ഈ പറഞ്ഞതെല്ലാം വ്യക്തികൾ എന്നുള്ള നിലയ്ക്കുള്ള കാര്യങ്ങളാണ്. ഇനി നമ്മൾ മലയാളികളെ മൊത്തത്തിലെടുത്താലോ? മലയാളി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നമ്മൾ കേരള സംസ്ഥാനക്കാരായ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും മനസ്സുകളെ മൊത്തമായി എടുത്ത് ഒന്ന് പരിശോധിച്ചാലോ? മലയാളിയുടെ മനസ്സ് ഒരു മനഃശാസ്ത്രജ്ഞയോട് ചോദിക്കുകയാണ് എന്ന് വിചാരിക്കുക, ഡോക്ടറെ, എൻ്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയേ, എന്തെങ്കിലും കുഴപ്പം തോന്നുന്നുണ്ടോ? ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് എൻ്റെ കയ്യിലിരിക്കുന്ന പുസ്തകം. പ്രശസ്ത മനഃശാസ്ത്രജ്ഞയും എഴുത്തുകാരിയുമായ ഡോക്ടർ ടിസി മറിയം തോമസ് എഴുതിയ മലയാളിയുടെ മനോലോകം. ഈ പുസ്തകവും എഴുത്തുകാരി ടിസി മറിയം തോമസുമാണ് ഇന്ന് തത്സമയം നമ്മോടൊപ്പം ഉള്ളത്. ഡോക്ടറെ, മലയാളിയുടെ മനോലോകം എന്ന ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ മലയാളിയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയ ഡോക്ടർ നിരവധി കുഴപ്പങ്ങൾ കണ്ടെത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പുസ്തകത്തിൽ നിന്ന്. അതപ്പോൾ മണിച്ചിത്രത്താഴിലെ കുതിരട്ടം പപ്പുവിൻ്റെ കഥാപാത്രത്തിൻ്റെ ആ ചോദ്യം മലയാളി മനസ്സിൻ്റെ മൊത്തത്തിലുള്ളൊരു ചോദ്യമായിട്ട് ഒരു മനഃശാസ്ത്രജ്ഞൻ്റെയും മനഃശാസ്ത്രജ്ഞയുടെയും ഒക്കെ മുമ്പിലേക്ക് വന്നാൽ എന്ത് ഉത്തരം ലഭിക്കും എന്നുള്ള അന്വേഷണം ആണ് ഒരു പക്ഷേ ഈ പുസ്തകത്തിലുള്ളത് എന്നാണ് കുറച്ചുകൂടി ലളിതമായിട്ട് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഈ പുസ്തകത്തിൽ കോവിഡ് കാലം മുതൽ മലയാളിയുടെ മനസ്സിലുണ്ടായി വന്നിട്ടുള്ള പ്രവണതകൾ പലതുണ്ട്. മലയാളി എന്നാൽ ആണും പെണ്ണും മാത്രമല്ല, ട്രാൻസ്ജെൻഡറുകൾ അടക്കമുള്ള ക്യൂർ വിഭാഗങ്ങളുണ്ട്, അവരോടുള്ള ലിംഗബോധ മനോഭാവം ഉണ്ട്, പ്രണയം, സദാചാരം എന്നിങ്ങനെയുള്ള വിഷയങ്ങളൊക്കെയുണ്ട്. സ്ത്രീകളുടെ ലോകത്തിലേക്കുള്ള നിർബന്ധിതമായിട്ടുള്ള കടന്നുകയറ്റങ്ങൾ, അതിനെക്കുറിച്ച് ഈ പുസ്തകം ചർച്ച ചെയ്യുന്നുണ്ട്. പ്രത്യുൽപാദന അവകാശങ്ങളെക്കുറിച്ച്, ശരീരത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച്, മൊബൈൽ ആപ്ലിക്കേഷനുകളുടെ സൗന്ദര്യ അളവുകോലുകളെക്കുറിച്ച്, പൊതുസ്ഥലത്തെ തുറസിൽ പരസ്യമായിട്ട് മൂത്രമൊഴിക്കുന്നത് പോലെയുള്ള ആൺശീലങ്ങൾ, ഇങ്ങനെ നിരവധി വിഷയങ്ങളിലൂടെയാണല്ലോ ഈ പുസ്തകം കടന്നു പോകുന്നത്. ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്ന മലയാളിയുടെ മനസ്സ് എന്താണ്? നന്ദി ബനീഷ്. പുസ്തകത്തെ ആകമാനം കുഴച്ചു മറിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ചോദ്യമായിരുന്നു ഇപ്പൊ ചോദിച്ചത്. ഞാൻ ഈ പുസ്തകത്തിൽ എടുത്തിരിക്കുന്ന ഒരു പെർസ്പെക്റ്റീവ് ആദ്യം തന്നെ പറയട്ടെ. മലയാളികളെ ക്ലിനിക്കലൈസ് ചെയ്യുക, പതോളജൈസ് ചെയ്യുക എന്നുള്ളതല്ല ഈ പുസ്തകത്തിന്റെ ലക്ഷ്യം. അതിനുപരി ഞാൻ ഒരു മനഃശാസ്ത്ര വിദ്യാർത്ഥിയും കൂടെയാണെന്ന് പറയാം, അധ്യാപികയുമാണ്. പലപ്പോഴും സാമൂഹ്യ വിഷയങ്ങളെ നമ്മുടെ കേരളത്തിൽ കൈകാര്യം ചെയ്യുമ്പോൾ മറ്റ് സാമൂഹ്യ ശാസ്ത്രങ്ങൾക്ക് ലഭിക്കുന്ന അത്രയും പ്രാധാന്യവും പ്രത്യക്ഷതയും സാമൂഹ്യ മനഃശാസ്ത്രത്തിന് കിട്ടാറില്ല. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ നമ്മുടെ ചുറ്റും നടക്കുന്ന പല സാമൂഹ്യ പ്രശ്നങ്ങളെ കാണുകയും അത് അനുഭവിക്കുകയും അതിന്റെ ഒരു ഭാഗമാകുകയും ചെയ്യുന്നതിന്റെ ഭാഗമായാണ് എന്തുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങളെ ഒരു മനഃശാസ്ത്രത്തിന്റെ ലെൻസിലൂടെ, പ്രത്യേകിച്ച് സാമൂഹ്യ മനഃശാസ്ത്രത്തിന്റെ ലെൻസിലൂടെ കണ്ടുകൂടാ എന്നുള്ളൊരു ആശയം ഉണ്ടായത്. അപ്പൊ അതിന്റെ ഭാഗമായി വ്യത്യസ്തങ്ങളായ, അതായത് വ്യക്തി ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും അല്ലെങ്കിൽ അധ്യാപന വിദ്യാർത്ഥികളുമായുള്ള ഇടപെടലും ഒക്കെ ഉണ്ടായിട്ടുള്ള പല അനുഭവങ്ങളുടെ ഒരു എളിയ വിശകലനമാണ് ഈ പുസ്തകത്തിന്റെ ഒരു ശ്രമം. അപ്പോ ഇതിന്റെ അകത്ത് ഈ മലയാളി എന്ന് പറയുന്ന വാക്ക്, മലയാളുന്നവർ, മലഭരിക്കുന്നവർ എന്ന തരത്തിലുള്ള ഭൂമിശാസ്ത്രപരമായ പല പ്രത്യേകതകളും ഈ വാക്കിനുണ്ടെങ്കിലും ഞാൻ ഈ പുസ്തകത്തെ ഒരു ഭാഷയുടെ അപ്പുറത്ത്, അതായത് ഒരു ജോഗ്രഫിക്കൽ മനസ്സിലാക്കലിന്റെ അപ്പുറത്ത് മലയാളി എന്ന ഒരു സാംസ്കാരിക വ്യക്തിത്വമായും മലയാളി എന്ന ഒരു മനോഭാവമായിട്ടാണ് ഞാൻ ഇതിനെ കരുതുന്നത്. അപ്പോ മലയാളിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ മലയാളിയുടെ ഒരു മാനസിക ബുദ്ധിമുട്ട് എന്നുള്ളതിനേക്കാൾ കൂടുതൽ മലയാളി എന്ന ഒരു സാംസ്കാരിക വ്യക്തിത്വം, മലയാളി എന്ന് നമ്മളെല്ലാം പേറുന്ന ഒരു മനോഭാവം, അതിനെയാണ് കൂടുതലും ഈ പുസ്തകത്തിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അതിനോടൊപ്പം പറയട്ടെ, കേരളത്തിൽ ജീവിക്കുന്ന മലയാളി, കേരളത്തിന് പുറത്ത് ജീവിക്കുന്ന മലയാളി, അല്ലെങ്കിൽ കേരളത്തിലേക്ക് മടങ്ങി വരുന്ന മലയാളി, അല്ലെങ്കിൽ കേരള
കേരളത്തിൽ ജീവിക്കുന്ന മലയാളികളായ കുട്ടികൾ, കേരളത്തിലേക്ക് മടങ്ങി വരുന്ന മാതാപിതാക്കൾ പുറത്തുണ്ടായിട്ട് കേരളത്തിൽ ജീവിക്കുന്ന കുട്ടികൾ, ഇങ്ങനെ പലതരത്തിലുള്ള ഐഡന്റിറ്റികളെയും കൂടെ ചേർന്നാണ് ഞാൻ മലയാളി എന്നുള്ള ഒരു വളരെ ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു വാക്കായിട്ട് ഈ പുസ്തകത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ഈ മലയാളിയുടെ മനോലോകം എന്ന് പറയുന്ന ഈ ഒരു പുസ്തകം ആദ്യമായിട്ട് ഒരു പുസ്തക കടയിലോ മറ്റോ കാണുമ്പോൾ ഈ പുസ്തകം വാങ്ങാനുള്ള ഒരു ത്വര ഏതൊരു വായനക്കാരനിലും വായനക്കാരിയിലും ഉണ്ടാവും. ആ ത്വര എന്ന് പറയുന്നത് എന്നെക്കുറിച്ച് ഇതിൽ പറഞ്ഞിട്ടുണ്ടാവുമ്പോൾ എൻ്റെ ഒരു വൈകല്യം, എല്ലാ തരത്തിലുള്ള മാനസിക വൈകല്യങ്ങളെക്കുറിച്ചും മലയാളിക്ക് പൊതുവെ അറിയാം. അറിഞ്ഞിട്ടും അതിലൂടെ തുടർന്നു പോകുന്നതാണ് സുഖകരമായിട്ട് ജീവിച്ച് പോകാനുള്ള ഒന്ന് എന്ന് മനസ്സിലാക്കുന്നൊരു പ്രവണത പൊതുവേ ഉണ്ടാകും. പൊതുവേ ഇപ്പോൾ പുരുഷന്മാരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അവസരം കിട്ടിയാൽ അടുത്ത് ഒരു ശൗചാലയം ഉണ്ടെങ്കിൽ പോലും അതിൽ പോകാതെ തെരുവോരത്ത് നിന്ന് പ്രകൃതി കാഴ്ച ആസ്വദിച്ചുകൊണ്ട് പരസ്യമായിട്ട് മൂത്രമൊഴിക്കുക എന്ന് പറയുന്ന ഒരു ആൺശീലം. അല്ലെങ്കിൽ ഇനി പുരുഷനും സ്ത്രീയും ഉൾപ്പെടുന്ന ഒരു ലോകത്തിലാണെങ്കിൽ മാലിന്യം വലിച്ചെറിയുന്നതിനകത്തുള്ള അഭിനയ സാധ്യതകൾ, നമ്മളുടെ സിനിമാ താരങ്ങളെയൊക്കെ വെല്ലുന്ന രീതിയിൽ ശരീരഭാഷയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ആരും കാണുന്നില്ല എന്ന് ഉറപ്പാക്കിക്കൊണ്ട് മാലിന്യം എറിയാനുള്ള നമ്മളുടെ മെയ് വഴക്കം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്നെക്കുറിച്ചുള്ള, എൻ്റെ വൈകല്യത്തെക്കുറിച്ചുള്ള, എൻ്റെ മനോലോകത്തെക്കുറിച്ചുള്ള എന്തോ ഒന്ന് ഇതിലുണ്ടാവും എന്നുള്ള പ്രതീക്ഷ കൊണ്ട് ഈ പുസ്തകം എടുക്കാൻ തോന്നിപ്പിക്കുന്ന ഒരു ഘടകമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒപ്പം ടി സി മറിയം ഇപ്പോൾ സൂചിപ്പിച്ച ഒരു കാര്യം, ഇവിടെയുള്ള മലയാളി ഇതര സംസ്ഥാനങ്ങളിൽ പോകുമ്പോഴുള്ള ഒരു മലയാളി എന്ന് പറയുന്ന രണ്ട് മലയാളിയെക്കുറിച്ച് പറഞ്ഞല്ലോ. അവരിൽ തന്നെ അന്യൻ എന്ന സിനിമയിൽ കാണുന്നത് പോലെ ദ്വന്ദ്വ വ്യക്തിത്വങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഇതര സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലോ ഒക്കെ പോകുമ്പോൾ പൊതുസ്ഥലത്ത് സാമൂഹ്യ ബന്ധങ്ങളിൽ സ്ത്രീകൾക്കിടയിലൊക്കെ പെരുമാറുന്ന ഒരു പുരുഷൻ തിരിച്ച് ഈ പറയുന്ന മലയാളം എന്ന് പറയുന്ന മലയാളിയുടെ ഈ മണ്ണിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ വീണ്ടും മറ്റൊരാളായിട്ട് മാറുന്നുണ്ടോ? തീർച്ചയായും. കേരളത്തിന് പുറത്ത് താമസിച്ചിട്ടുള്ള ഒരു മലയാളി സ്ത്രീ എന്ന രീതിയിൽ പലതരത്തിൽ, എനിക്ക് പ്രധാനമായി രണ്ട് തരത്തിലുള്ള ഐഡന്റിറ്റി നമ്മൾ രണ്ട് സ്ഥലത്തും പേറുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് എന്നിലും ആ ഒരു ഐഡന്റിറ്റി ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. അതായത് കേരളത്തിനുള്ളിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഒരു മണ്ണിന്റെ അല്ലെങ്കിൽ നാട് തരുന്ന ഒരു സുരക്ഷ, നാട് തരുന്ന ഒരു കംഫർട്ട്, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ, സോഷ്യൽ, എല്ലാ തരത്തിലുമുള്ള ഒരു ഇൻഡിവിജ്വാലിറ്റി, ഒരു ഫ്രീഡം എന്നുള്ളത് കേരളത്തിന് പുറത്തു പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്നില്ല. പലപ്പോഴും നമുക്ക് കേരളത്തിന് പുറത്തു പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു അടിമത്തം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു ഒബ്ലൈജ്ഡ് ആയിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു ടെൻഡൻസി മലയാളിക്ക് കൂടുതലായി കാണാൻ സാധിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ഗ്രൂപ്പുകളിൽ ജോലി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇടപെടുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് മറ്റു നാടുകളിൽ നിന്ന് വരുന്ന ആളുകളെ ഔട്ട് പെർഫോം ചെയ്യുന്ന, വളരെ വ്യത്യസ്തമായി നിന്നുകൊണ്ട് ഔട്ട് പെർഫോം ചെയ്ത് വളരെ നല്ല രീതിയിൽ ബൗദ്ധികമായും സാംസ്കാരികമായും ഒക്കെ ഉയർന്നു നിൽക്കുന്ന തരത്തിൽ ഇവരേത് നാട്ടിൽ നിന്ന് വന്നു, അല്ലെങ്കിൽ മലയാളികളാണെങ്കിൽ അവർ ഈ ഒരു തരത്തിൽ ബിഹേവ് ചെയ്യും എന്നുള്ള രീതിയിൽ പെർഫോമൻസിൽ വളരെയധികം ഇംപ്രൂവ് ആവുന്ന മലയാളികളെ കണ്ടിട്ടുണ്ട്. അതേപോലെ സ്ത്രീകളുമായി ഇടപെടുന്ന കാര്യത്തിലാണെങ്കിലും അത് നമുക്കറിയാൻ കഴിയും. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അവിടെ നമ്മൾ സ്ത്രീകളുമായിട്ട് ഇടപെടുന്ന പുരുഷന്മാരിൽ ഈ പറയുന്ന ഒരു വളരെ പിന്നോക്കം നിൽക്കുന്ന ചില പെരുമാറ്റങ്ങൾ കാണാറുണ്ട്. പക്ഷെ ഇത് എനിക്ക് ജനറലൈസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇപ്പോൾ വരുന്ന തലമുറയിലുള്ള ചില ആൺകുട്ടികളെ സംബന്ധിച്ചിട്ട് അവർക്ക് വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള, വളരെ ഇൻക്ലൂസീവ് ആയിട്ടുള്ള പെരുമാറ്റങ്ങൾ മലയാളികളായ ആൺകുട്ടികളിൽ കാണാറുണ്ട്. പക്ഷെ ദൗർഭാഗ്യവശാലും നമ്മളിപ്പം കാണുന്ന പലതരത്തിലുള്ള പെരുമാറ്റങ്ങൾ, സ്ത്രീകളുമായിട്ടുള്ള സൈബർ ബുള്ളിങ് അടക്കമുള്ള പെരുമാറ്റങ്ങളിൽ പോലും ഈ പറയുന്ന ഒരു ജനറേഷൻ, പുരുഷന്മാരുടെ ഇപ്പോൾ വരുന്ന ആൺകുട്ടികളുടെ ഒരു ജനറേഷൻ ഒരു വലിയ ഡിഫറൻസ് കാണുന്നില്ല എന്ന് പറയാം. പക്ഷെ എന്താണെങ്കിലും നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് ഇടപെടുന്ന ആണുങ്ങളിലോ പെണ്ണുങ്ങളിലോ, അല്ലെങ്കിൽ നാടിന് പുറത്ത് നിൽക്കുന്ന ആണുങ്ങളിലോ പെണ്ണുങ്ങളിലോ ഉണ്ടാവുന്ന ഒരു അരക്ഷിതാവസ്ഥ, ഒരു ഇൻസെക്യൂരിറ്റി, ഒരു ഞാനെന്ന ബോധം, അല്ലെങ്കിൽ ഈ പറയുന്ന സ്ഥലത്തോടുള്ള ഒരു വിശ്വാസവും സുരക്ഷയും വളരെ വ്യത്യസ്തമാണ്. അതവരുടെ പുറമേയുള്ള പെരുമാറ്റങ്ങളിൽ, ഈ പറഞ്ഞ പോലത്തെ ജോബ് പെർഫോമൻസിൽ, അക്കാഡമിക് പെർഫോമൻസിലൊക്കെ വളരെ വ്യക്തമായി പ്രതിഫലിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മൈഗ്രേഷൻ എന്ന പേരിൽ, അല്ലെങ്കിൽ കേരളത്തിന് പുറത്തേക്ക് പോകാൻ വ്യഗ്രത കൂട്ടുന്ന പല പ്രായത്തിലുള്ള കുട്ടികളിലോ, അല്ലെങ്കിൽ പലതരത്തിലുള്ള പല സാമ്പത്തിക സാഹചര്യങ്ങളിലൊക്കെ നിൽക്കുന്ന ആളുകളിലും ഈ ഒരു വലിയ വ്യത്യസ്തത കാണാറുണ്ട്.
ഇതിൽ മലയാളിത്തം എന്ന വാക്കിനെക്കുറിച്ചും നമ്മൾ സംസാരിക്കുകയുണ്ടായി. ഈ പുസ്തകത്തിലെ മലയാളിയുടെ മനോലോകം എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ ഈ പല തലങ്ങളിൽ കേരളത്തിൽ നിന്നുകൊണ്ടും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ടൊക്കെയുള്ള ജീവിതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മലയാളിയുടെ മനസ്സ് എങ്ങനെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പലതരത്തിൽ പറയാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. ഒന്നാമത്തെ അധ്യായമായിട്ടുള്ള അമ്മയാവാതിരിക്കാനും ആവാനും എന്ന് പറയുന്ന ഒന്നാമത്തെ അധ്യായം, അതിൽ 2 അനുഭവ കഥകൾ സൂചിപ്പിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ഒരു വാസ്തവത്തിലേക്ക് പോകുന്നത്. അമ്മ ആവാതിരിക്കാനുള്ള അവകാശവും ആവാനുള്ള അവകാശവും എന്ന് പറയുന്നതിലൂടെ വളരെ സവിശേഷമായ ഒരു വിഷയത്തിലേക്ക് പോവുകയാണ്. ഞാൻ അതിൽ നിന്ന് അല്പം ഒന്ന് വഴിമാറിക്കൊണ്ട് ആ ശീർഷകം വായിക്കുമ്പോൾ തന്നെ പ്രഥമ ദൃഷ്ട്യാ എന്നെപ്പോലെയുള്ളവരുടെ പുരുഷാധിപത്യ മനസ്സ് പ്രവർത്തിക്കുന്നത് ഈ അമ്മ എന്ന വാക്കിൻ്റെ മുകളിൽ കയറിയിട്ടായിരിക്കും. മലയാളിയുടെ അമ്മ സങ്കല്പത്തെ എങ്ങനെയാണ് കാണുന്നത്? ഉദാഹരണത്തിന് മിക്കവാറും പുരുഷന്മാരുടെ ഉള്ളിലുള്ള ഒരു അമ്മ സങ്കല്പം എന്ന് പറയുന്നത് നമ്മുടെ ചലച്ചിത്രത്തിൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ചില അമ്മ രൂപങ്ങളിൽ നിന്നാണ്. പ്രത്യേകിച്ചും കവിയൂർ പൊന്നമ്മ എന്ന് പറയുന്നത് മാതൃസ്വരൂപത്തിൻ്റെ ഒരു ബിംബമായിട്ട് വരുന്നു. എന്തും സഹിക്കുകയും എപ്പോഴും ചിരിക്കുകയും വാത്സല്യത്തിൻ്റെ നിറകുടമായി തീരുകയും അങ്ങനെ സഹനത്തിൻ്റെ നിറരൂപമായി തീരുന്ന ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് പുരുഷന്മാർ പ്രതിഷ്ഠിക്കുന്ന ഒന്നായിട്ട് അത് മാറുന്നുണ്ട്. ഈ ഒരു മാതൃസ്വരൂപത്തെക്കുറിച്ചുള്ള പുരുഷ സങ്കല്പം മലയാളിയുടെ ഭാഗത്ത് നിന്ന് ആലോചിക്കുമ്പോൾ എങ്ങനെയാണ് വിലയിരുത്താൻ കഴിഞ്ഞത്? അമ്മ എന്നുള്ള വാക്കു മാത്രമല്ല, പൊതുവെ സ്ത്രീകൾ എന്ന് പറയുന്ന ഒരു സങ്കല്പം തന്നെ 2 തരത്തിലാണ് ഇപ്പോഴും മലയാളികൾക്കുള്ളത്. അത് ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും ആ ഒരു തരത്തിലുള്ള ഒരു വ്യത്യാസം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതായത് ഒരു തരത്തിൽ പറഞ്ഞാൽ, ഇപ്പൊ ഉദാഹരണത്തിന് സുനിത വില്യംസിനെ പോലെയുള്ള വളരെ സയൻസിൽ അങ്ങേയറ്റം അച്ചീവ് ചെയ്തിട്ടുള്ള സ്ത്രീകളെ നമ്മൾ വാഴ്ത്തിപ്പാടുമ്പോഴും മറ്റ് അതായത് എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും അല്ലെങ്കിൽ എനിക്കറിയാവുന്ന പെൺകുട്ടികളൊക്കെ തന്നെ 6 മണിക്ക് ശേഷം അല്ലെങ്കിൽ 6 മണിക്ക് വീട്ടിനുള്ളിൽ കയറി വരണം എന്ന് പറയുന്ന ഒരു 2 തരത്തിലുള്ള ഒരു മനോഭാവവും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ കാണാറുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ഈ അമ്മ എന്ന് പറയുന്ന സങ്കല്പത്തെ അല്ലെങ്കിൽ സ്ത്രീകളുടെ റോളിനെ, പലതരത്തിലുള്ള റോളിനെ, ഇപ്പോൾ അതൊരു കൂട്ടുകാരിയാവാം, കാമുകിയാവാം, ഭാര്യയാകാം, അമ്മയോ മറ്റാരെങ്കിലും ആവാം, അവര് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ എങ്ങനെയാണ് പോർട്രേ ചെയ്യുന്നത്. നമുക്കറിയാലോ, നമ്മൾ ദൃശ്യ സംസ്കാരത്തിന്റെ വലിയൊരു ഭാഗമായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് പറഞ്ഞാൽ, ഒരു ഭർത്താവിന്റെ മരണം അല്ലെങ്കിൽ ഒരു വിവാഹമോചനം, മക്കളുടെ വേർപാട് അല്ലെങ്കിൽ മാതാപിതാക്കളുമായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ സ്ത്രീകൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ഒരിക്കലും കാണുകയോ മനസ്സിലാക്കുകയോ ചെയ്യുന്നില്ല. സ്ത്രീകളുടെ പേഴ്സണൽ നെഗോസിയേഷൻസ്, സ്ത്രീകൾ കടന്നു പോകുന്ന സാധാരണ ജീവിതങ്ങളെ പറ്റി നമ്മൾ എവിടെയും വളരെ വ്യക്തമായിട്ടോ കുറച്ചും കൂടെ നേരെയായിട്ട് അത് കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അതേസമയം ഒരു പുരുഷന്റെ ഒരു പ്രണയ നൈരാശ്യമാവട്ടെ, പുരുഷന്റെ ഒരു ഭാര്യ മരിക്കുന്ന ഒരു അവസ്ഥയോ ഭാര്യയുടെ വിവാഹമോചനമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ വലിയ രീതിയിൽ ഇത് പുറത്തേക്ക് കാണിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരം നമുക്ക് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇതിൽ എപ്പോഴും കാണുന്ന വെച്ചാൽ, നമുക്ക് വളരെ സൗകര്യം എന്ന് പറയുന്നത് അമ്മ എന്ന് പറയുന്ന ഒരു ഇമാജിനേഷനെ, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഭാര്യയോ മകളോ അല്ലെങ്കിൽ കാമുകിയോ കൂട്ടുകാരിയോ ഒക്കെ എന്നുള്ള ഇമാജിനേഷനെ അതേ രീതിയിൽ നിലനിർത്താൻ നമുക്കൊക്കെ സൗകര്യം. അതിനെ അഡ്രസ്സ് ചെയ്യാതെ അതേ രീതിയിൽ നിലനിർത്താനായിട്ടുള്ള എനിക്ക് കൂടുതൽ ഒരു കൺവീനിയൻസ് എന്നുള്ള രീതിയിലാണ് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെ അഡ്രസ്സ് ചെയ്യുന്നില്ല. പക്ഷെ അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, സ്ത്രീകൾ ഇതിൽ നിന്ന് മുമ്പോട്ട് പോകുന്നുണ്ടെന്നുള്ളതാണ്. ഈ വർഷത്തെ വനിതാ ദിനത്തിലൊക്കെ വന്നിട്ടുള്ള പ്രധാന ഒരു ചർച്ച എന്ന് പറയുന്നത് പുരുഷ ശാക്തീകരണം അല്ലെങ്കിൽ പുരുഷന്റെ നവീകരണം എന്ന് പറയുന്നത് നമുക്ക് വളരെ പ്രധാനമാണ്. കാരണം അതിഭയങ്കര ഒരു മാസ്കുലൈൻ സ്റ്റീരിയോടൈപ്സും പ്രശ്നങ്ങളിലോട്ടൊക്കെ നമ്മുടെ ഇപ്പോൾ വളർന്നു വരുന്ന ആൺകുട്ടികൾ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിൽ സ്ത്രീകൾ പലപ്പോഴും കേരളത്തിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, സ്ത്രീകൾ പ്രത്യേകിച്ച് 17, 18, 19, 20 വയസ്സുള്ള ചെറിയ പെൺകുട്ടികൾ കേരളത്തിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്യുന്ന എണ്ണം വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് പലപ്പോഴും അവർ പറയുന്നത്, നമുക്കൊരു ഇൻക്ലൂസീവ് ആയിട്ടുള്ളൊരു സമൂഹം നമുക്ക് ഇവിടെ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടെ നല്ല ഒരു സ്വാതന്ത്ര്യവും ലൈഫ് സ്റ്റൈലും കിട്ടുന്നില്ല. സ്വാതന്ത്ര്യം ഏത് തരത്തിലുമാകാം, അത് കിട്ടുന്നില്ല. വളരെ അടിച്ചമർത്തപ്പെട്ട് അല്ലെങ്കിൽ ഒരു റിസ്ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിലാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു തരത്തില് നമ്മൾ സ്ത്രീകളെ വളരെ ഈ പറഞ്ഞ പോലെ കാൽപ്പനികമായ രീതിയിൽ ഐഡിയലൈസ് ചെയ്തിട്ട് കാണിക്കുകയും അതേസമയം
ഒരു റിയാലിറ്റി എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിരിക്കുകയും ചെയ്യുന്നൊരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. മലയാളിയുടെ മനോലോകം എന്ന് നമ്മൾ പറയുമ്പോൾ, ആ ശീർഷകത്തിലുള്ള പുസ്തകം നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ പ്രധാനമായിട്ടും പുരുഷന്മാരും സ്ത്രീകളും അടങ്ങുന്ന മലയാളി സമൂഹത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്കിടയിൽ ഉള്ള ക്യൂർ വിഭാഗത്തെ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡറുകൾ അടക്കമുള്ളവരെക്കുറിച്ച് നമ്മൾ എന്ത് പറയും? അവനവൻ്റെ ലോകം എന്ന് പറയുന്നു, അവളവളുടെ ലോകം എന്ന് പറയുന്നു. എന്നാൽ ക്യൂർ വിഭാഗത്തെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ ലോകത്തെക്കുറിച്ച് പറയാനുള്ളൊരു വാക്ക് പോലും നമ്മൾക്ക് ഭാഷയിൽ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ ഈ പുസ്തകം ഇനിയെങ്കിലും ഉടലിൻ്റെ നഗ്ന കാഴ്ചകളെക്കുറിച്ച് എന്നുള്ള ശീർഷകത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. എഴുത്തുകാരിയായിട്ടുള്ള ടിസി മറിയം തന്നെ അത് ഒന്ന് ആ ഒരു താള് ഒരു എഴുത്തുകാരിയുടെ ശബ്ദത്തിൽ തന്നെ കേൾക്കണമെന്നുള്ള വിചാരത്തോടു കൂടി അത് വായിക്കണമെന്ന് സൂചിപ്പിക്കുക. ഈ പുസ്തകം, ഈ ഒരു അധ്യായം ഞാൻ എഴുതിയത് എൻ്റെ വളരെ വ്യക്തിപരമായ ഒരു അനുഭവത്തിൽ നിന്നാണ്. എൻ്റെ കാഴ്ചയിലും കേൾവിയിലും കൊണ്ടാണ്. ഞാൻ കുറച്ച് നാളുകളായിട്ട് അവിടെയുള്ള ബാംഗ്ലൂരിലുള്ള ട്രാൻസ്ജെൻഡറുകളുടെ കൂടെ നടക്കുകയും അവരെ പറ്റി മനസ്സിലാക്കുകയും ഗവേഷണം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അനുഭവ കുറിപ്പ് കൂടെയാണ് ഈ അധ്യായം. ബംഗളൂരുവിലെ തെരുവുകളിൽ വെച്ചാണ് അവരെ ആദ്യമായി ശ്രദ്ധിച്ചത്. സ്ത്രീ സൗന്ദര്യത്തെ, ശരീരവടിവുകളെ പൂർണ്ണമായും ആഘോഷിക്കുന്ന, അലസതയോടെയും എന്നാൽ സൂക്ഷ്മതയോടെയും വസ്ത്രം ധരിച്ച് ട്രാഫിക് സിഗ്നലുകളിൽ നിർത്തിയിട്ടിരിക്കുന്ന വണ്ടികളുടെ ജനൽ പാളികളിൽ തട്ടി ഭിക്ഷ യാചിക്കുന്ന അതീവ സുന്ദരികളായ ട്രാൻസ്ജെൻഡറുകൾ. ശരീര നിരോധനങ്ങൾ ഒന്നുമില്ലാതെ ചടുലമായ തുറന്ന ശാരീരിക ഭാഷയായിരുന്നു അവർക്ക്. തുളുമ്പി തുറന്നു നിൽക്കുന്ന മാറിടങ്ങൾ, അവയ്ക്കിടയിലെ വിടവ്, നിറഞ്ഞ അരക്കെട്ട്, പെൺ ശരീരം മൊത്തം മൂടിപ്പൊതിഞ്ഞ് നടക്കണമെന്ന പൊതുസമൂഹ കാർക്കശ്യത്തെ വെല്ലുവിളിക്കുന്ന പോലുള്ള നനുത്ത ആകർഷണീയമായ വസ്ത്രധാരണ രീതി. ഇതാ ഞാൻ തെരഞ്ഞെടുത്ത ശരീരമെന്ന് വിളിച്ചു പറയുന്ന ധീരമായ സൗന്ദര്യം. ശരീരത്തെക്കുറിച്ചുള്ള മുൻവിചാരങ്ങളില്ലാതെ തുറന്ന ശാരീരിക ഇടം ഉപയോഗിച്ച് സ്വയം വഴി തെളിക്കുന്ന സ്ത്രീകൾ കണ്ണു നിറയ്ക്കുന്ന കാഴ്ചയോടൊപ്പം അവരോടുള്ള കൗതുകമായിരുന്നു ആദ്യം. ആൺ പെൺ ജെൻഡർ സംബന്ധമായ ആലോചനകളും എഴുത്തുകളും പതിവായിരുന്നെങ്കിലും എനിക്ക് ട്രാൻസ്ജെൻഡറുകളെ അടുത്തറിയാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടില്ല. പിന്നീട് ബംഗളൂരുവിലെ ട്രാൻസ്ജെൻഡറുകളുടെ ഘരാനകളെ കുറിച്ചുള്ള ഗവേഷണത്തിൽ അവരുടെ ശരീരം, മനസ്സ്, സ്വപ്നങ്ങൾ, പ്രണയം, കാമം എന്നിവയ്ക്കൊപ്പം നടന്നു. ഗവേഷണം അധ്യാപനത്തിന് കൂടുതൽ ഊർജം പകരുമെന്നും നവീകരിക്കുമെന്നും ഒക്കെ അറിഞ്ഞിട്ടും ഓരോ തവണയും ട്രാൻസ്ജെൻഡറുകളുടെ വീടുകളിലും അവർ കൂട്ടം കൂടുന്ന നിരത്തുകളുടെ മൂലകളിലും ഒക്കെ പോയി വരുമ്പോൾ ശരീരവും മനസ്സും തളർന്നു. 15 തവണയൊക്കെ ബലാത്സംഗം ചെയ്യപ്പെട്ടതും സ്വന്തം ബന്ധുക്കളാലും ആൺ സുഹൃത്തുക്കളാലും അധ്യാപകരാലും ഒക്കെ ശാരീരികമായി അപമാനിതരായതും അമ്മയോ മറ്റു സ്ത്രീകളായ ബന്ധുക്കളോ പെൺസുഹൃത്തുക്കളോ ഒളിച്ചു തരുന്ന ഭക്ഷണം മാത്രമായി വീട്ടുതടങ്കലിൽ പെട്ടതുമൊക്കെ നിസ്സംഗമായി പറഞ്ഞു തള്ളുമ്പോൾ മറുചോദ്യം മറന്നു. ഗവേഷകയുടെ എത്തിക്സ് മടക്കി വെച്ച് ഞാൻ ബ്രേക്ക് എടുത്തു. പിന്നീട് കുറച്ചു ദിവസങ്ങൾ അവരെ കാണാതെ അധ്യാപികയായി ഒളിച്ചു. എങ്കിലും അവരുടെ മറയില്ലാത്ത ജീവിതങ്ങളിൽ നിന്നും മാറി നിൽക്കാനായില്ല. അമ്മ, ബന്നി, മാത്തഡോണ, വരൂ നമുക്ക് സംസാരിക്കാം. സ്നേഹപൂർവമായ ഈ ക്ഷണം എന്നെ വീണ്ടും സോണി റെക്കോർഡറും കൊണ്ട് അവരുടെ അടുത്തേക്ക് എത്തിച്ചു. വളരെയധികം മോശമായ ഭൗതിക സാഹചര്യങ്ങൾ, കൂടിയ വാടക, അയൽപ്പക്കക്കാരിൽ നിന്നുമുള്ള കുത്തുവാക്കുകളും അവഗണനയും, കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ട്, അങ്ങനെ ഭൂതവും വർത്തമാനവും ഭാവിയും ഒക്കെ ഒട്ടും സുഖകരമല്ലാത്ത ജീവിതങ്ങൾ. എൻ്റെ ഉള്ളിലെ ആശങ്കയും അമ്പരപ്പും ഭയവും ഒക്കെ തിരിച്ചറിഞ്ഞതുപോലെ എന്നെ അവർ കൂടെ കൂട്ടി. ആദ്യത്തെ അങ്കലാപ്പും ആവലാതിയും ഒഴിഞ്ഞു. പതിയെ പതിയെ ഞാൻ അവരിൽ ഒരാളായി മാറി. അവരുടെ ജീവിതത്തോടുള്ള ആർത്തിയും ശരീരത്തോടുള്ള കാമനയും എന്നെ പ്രചോദിപ്പിച്ചു. ഗവേഷണ സഹായിയായ ഷേർലി ആകട്ടെ ഓരോ യാത്രയിലും പുതിയ മനോനിലകളിലൂടെ തെളിഞ്ഞുകൊണ്ടിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ വായിച്ചു തീർത്തു. പക്ഷേ ആ അധ്യായം തുടരുകയാണ്. ആ അധ്യായത്തിൻ്റെ തുടർച്ചയിൽ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, ഈ ട്രാൻസ്ജെൻഡറുകൾ, നമ്മൾ പലപ്പോഴും കേരളത്തിൽ തന്നെയും ട്രാൻസ്ജെൻഡറുകൾ ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ത്രീ സൗന്ദര്യത്തിൻ്റേത്, ഞാൻ സൗന്ദര്യം എന്നുള്ള വാക്ക് ഉദ്ധരണിക്കകത്താണ് ഉപയോഗിക്കുന്നത്, അത് വെളിവാക്കുന്ന രീതിയിലുള്ള വർണ്ണാഭമായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് അവർ തെരുവിൽ നിൽക്കുന്നു,
തീവണ്ടിയിൽ നമ്മൾ കാണുന്നു, നമ്മളോട് കൈ നീട്ടുന്നു, നമ്മളോട് പണം വാങ്ങുന്നു. ഇവർക്കൊക്കെ അധ്വാനിച്ചിട്ട് ഭക്ഷണം കഴിച്ചുകൂടെ, അധ്വാനിച്ചിട്ട് തിന്നുകൂടെ എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്നവരിൽ പുരുഷന്മാരുണ്ട്, സ്ത്രീകളുമുണ്ട്. വാസ്തവത്തിൽ അവർ അങ്ങനെ കൈനീട്ടി വാങ്ങുന്നത് അവർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടല്ല എന്നുള്ള വലിയൊരു തിരിച്ചറിവ് ഈ പുസ്തകത്തിൽ വരുന്നുണ്ട്. എന്താണ്? അതായത് അവർ അവരുടെ ശരീരത്തിൽ മനസ്സും അവരുടെ ഇച്ഛയും അവരുടെ സ്വത്വവും സ്ത്രീ ആയിരിക്കെ ശരീരം ഭൗതികമായിട്ട് അവർക്ക് നൽകിയിരിക്കുന്ന പുരുഷൻ്റേതായിട്ടുള്ള ലൈംഗിക അവയവത്തെ ശാസ്ത്രീയമായിട്ട് ശസ്ത്രക്രിയ ചെയ്ത് മാറ്റി അവിടെ സ്ത്രീയുടെ അവയവം ശസ്ത്രക്രിയ ചെയ്ത് വെക്കുക എന്ന് പറയുന്ന ലക്ഷക്കണക്കിന് രൂപ വരുന്ന ആ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി അവർ അവരുടെ ജീവിതത്തിൽ പട്ടിണി പോലും കിടക്കുന്നു എന്നുള്ള വലിയ യാഥാർത്ഥ്യം വരുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? എങ്ങനെയാണ് ഈ പുസ്തകത്തിൽ അതേക്കുറിച്ച് പറഞ്ഞു പോയിട്ടുള്ളത് എന്ന്? ഭിക്ഷ യാചിക്കുന്നതും സെക്സ് വർക്കും അവരുടെ ഒരു ജെൻഡർ റീഅസൈൻമെന്റ് സർജറിക്ക് വേണ്ടി മാത്രമാണെന്ന് ഞാൻ പറയുന്നില്ല. അവർക്ക് നിവൃത്തികേട് കൊണ്ടാണ് പലപ്പോഴും പലരും അത് ചെയ്യുന്നത്. കാരണം അടിസ്ഥാനപരമായ വിദ്യാഭ്യാസവും താമസ സൗകര്യങ്ങളും ഭക്ഷണവും മരുന്നുകളും ഒന്നും അവർക്ക് കിട്ടാത്തൊരു സാഹചര്യത്തിലാണ് ഇവരിത് പലപ്പോഴും ചെയ്യുന്നത്. പിന്നെ ഒരു ഘരാനകൾ എന്ന് പറയുന്ന അവരുടെ ക്ലാൻ കമ്മ്യൂണിറ്റിയെ പറ്റി മനസ്സിലാക്കുന്ന സമയത്ത് ഇതിനെ വളരെ ട്രഡീഷണൽ ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ഗ്രൂപ്പും ഉണ്ട്. വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. ഇതിൽ ട്രാൻസ് വുമണിനെ പറ്റി മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ട്രാൻസ് മാൻ, അതുപോലെ മറ്റു ക്യൂർ കമ്മ്യൂണിറ്റികൾ ധാരാളമുണ്ട്. അപ്പോൾ ഇതില് ഈ ജെൻഡർ റീഅസൈൻമെന്റ് സർജറി ചെയ്യാനായിട്ട് ഞാൻ സംസാരിച്ചിട്ടുള്ള, ഞാൻ ബാംഗ്ലൂരിൽ കണ്ട ഗവേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള മിക്ക ട്രാൻസ്ജെൻഡറുകളും ഈ സെക്സ് വർക്കിലൂടെയും ഭിക്ഷയാചിക്കലിലൂടെയും പണം സമ്പാദിച്ച് ഒരു വലിയ പരിധി വരെ അവരത് സേവ് ചെയ്ത് ഈ സർജറിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാലത്തായിരുന്നു ഞാൻ ഈ റിസർച്ച് ചെയ്തത്. 2012-13 കാലത്തായിരുന്നു. ഇപ്പോൾ പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്. ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പല മെഡിക്കൽ കോളേജുകളിലും അവർക്ക് സൗജന്യ ചികിത്സ കിട്ടുന്നുണ്ട്. പക്ഷെ എന്നാലും അവർക്ക് പലതരത്തിലുള്ള ജീവിത സാഹചര്യങ്ങളും ഉണ്ടായിട്ടില്ല. യാതൊരു സോഷ്യൽ എൻടൈറ്റിൽമെന്റും ചിലർക്കും ഉണ്ടെങ്കിലും ഒരു വലിയ രീതിയിൽ അതവർക്ക് എത്തിയിട്ടില്ല. അപ്പൊ പലർക്കും ആധാർ കാർഡ്, എന്താ പറയാ, ഡ്രൈവിംഗ് ലൈസൻസ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വോട്ടർ ID തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോഴും ലഭ്യമായിട്ടില്ല. അപ്പോൾ നമുക്ക് പല ട്രാൻസ്ജെൻഡർ പോളിസികളും ഒക്കെ ഉണ്ടെങ്കിലും പ്രയോഗത്തിൽ വരുമ്പോൾ, മുമ്പ് നമ്മൾ സ്ത്രീകളുടെ അമ്മ എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ പറഞ്ഞതുപോലെ, ഇൻ റിയാലിറ്റി ഇപ്പോൾ പല കാര്യങ്ങളും അവർക്കുണ്ടായിട്ടില്ല. അപ്പോൾ ഇത് നമ്മൾ നേരിട്ട് കാണുമ്പോൾ, അനുഭവിക്കുമ്പോൾ, അവരിൽ ഒരാളാകുമ്പോൾ, അവരെന്റെ കൂട്ടുകാരായി മാറുമ്പോൾ നമുക്ക് അനുഭവിക്കുന്ന ഞാൻ എന്നെ തന്നെ ഒരു ആലൈ എന്നാണ് പറയുന്നത്. ആ ഒരു ആലൈ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഒരുപക്ഷെ അവർ കടന്നു പോകുന്ന ബുദ്ധിമുട്ടിനേക്കാൾ ഒരുപക്ഷെ നമുക്കതിനെ ഒന്നും ചെയ്യാനാവുന്നില്ല, ഇത്രയുമേ ചെയ്യാൻ പറ്റുന്നുള്ളൂ, അവരെ കേൾക്കാനേ കഴിയുള്ളൂ, അവരെ സാന്ത്വനിപ്പിക്കാനേ കഴിയുള്ളൂ എന്നുള്ളൊരു അവസ്ഥയും ഒരു വളരെ ഹെൽപ്ലെസ് ആയിട്ടുള്ള അവസ്ഥയിലൂടെ ആണ് ഒരു ഗവേഷക എന്ന രീതിയിലും ഇപ്പോഴും അവരെ പറ്റി, അവരുടെ കൂടെ ജീവിക്കുന്ന ഒരാളെന്നൊരു രീതിയിലും എനിക്ക് തോന്നിയിട്ടുള്ളത്. ട്രാൻസ്ജെൻഡറുകൾ വിട്ട് നമ്മൾ പുരുഷന്മാരിലേക്ക് വരികയാണെങ്കിൽ, മലയാളി പുരുഷന്മാരിലേക്ക് വരികയാണെങ്കിൽ, മലയാളി പുരുഷന്മാരിൽ ആരോപിക്കപ്പെടുകയും അവർ അതിനെ പിന്തുടരുകയും ചെയ്യുന്ന ഒരു ആണത്തം എന്ന് പറയുന്ന നിർമ്മിതി, ആ നിർമ്മിതിയെക്കുറിച്ച് വിശദമായിട്ടുള്ള ഒരു സംഭാഷണം ഈ പുസ്തകത്തിലുടനീളം നടക്കുന്നുണ്ട്. മലയാളി പുരുഷന്മാരെ സംബന്ധിച്ചിട്ട്, പ്രത്യേകിച്ചും ഇക്കാലത്തൊരു 40-50 വയസ്സൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ, അവർ അവരുടെ കൗമാരകാലം മുതലേ കണ്ടുവന്നിട്ടുള്ളതെല്ലാം ഇക്കാലം അത്രയും സഹിച്ചു നിൽക്കുന്ന സ്ത്രീയെ സൃഷ്ടിച്ചിട്ടുള്ള സിനിമകൾ വരുന്നു. സർവം സഹയായിട്ടുള്ള ശാലീന സുന്ദരികളായിട്ടുള്ള, അതും ഉദ്ധരണിക്കകത്താണ് ഞാൻ ഉപയോഗിക്കുന്നത്, അങ്ങനെയുള്ള ഭാര്യമാരായിട്ടുള്ള കഥാപാത്രങ്ങളെയും കാമുകിമാരെയും എല്ലാം കണ്ട് വളരുന്ന പുരുഷന്മാർ ഇതാണ് സ്ത്രീത്വമെന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഇത് കണ്ടു വളർന്ന പുരുഷന്മാരെ സംബന്ധിച്ചിട്ട് ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് അവരുടെ എതിർലിംഗത്തെ ഉണ്ടോ? അതിനെ ഏത് രീതിയിലാണ് അത്തരത്തിലുള്ളൊരു ആണത്വം വളർന്നു വന്നതിനെ നമ്മൾക്ക് പ്രതിരോധിക്കാൻ കഴിയുക? കണ്ടു വളർന്നു എന്ന് പറയുമ്പോൾ ബനേഷ്, എനിക്ക് തോന്നുന്നത് അത് കൂടുതലും ഒരു കണ്ടീഷനിങ് മാത്രമാണ്. അത് നമുക്ക് കാണേണ്ട കാര്യങ്ങളെ നമുക്ക് കാണാൻ സാധിച്ചെങ്കിൽ നമുക്കത് തീർച്ചയായും മനസ്സിലാക്കാനും അതിനനുസരിച്ചിട്ട് പെരുമാറാനും കഴിയും. ഇപ്പോൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ, ഇപ്പോൾ സ്ത്രീകൾ ഒരു വലിയ പരിധി വരെ ഇമോഷണലി എംപവേർഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ നമുക്ക് കാണുന്ന ഒരു അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ. മൈഗ്രേഷൻ ആവട്ടെ, വിവാഹം എന്ന് പറയുന്നത് തന്നെ സ്ത്രീകൾക്ക് ഒരു വലിയ ചോയ്സ് ഒക്കെ ആയിരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ. അവര് കണ്ടു വളരുന്നത് മുഴുവൻ
മുഴുവൻ ഈ പറയുന്ന പേട്രിയാർക്കൽ ആയിട്ടുള്ള ഡിസ്ക്രിമിനേഷനും മറ്റു ബുദ്ധിമുട്ടുകളും തന്നെയാണ്. പക്ഷെ അവരതിനെ ഓവർകം ചെയ്ത് മുമ്പോട്ട് പോകുന്നുണ്ട്. പക്ഷെ പുരുഷന്മാർ അപ്പോഴും കണ്ടുവളരുന്ന ശീലങ്ങൾ ഇതായതുകൊണ്ട് ഞങ്ങൾ അതിലേ നിൽക്കൂ എന്ന് പറയുന്നത് ഒരു എഫേർട്ട് എടുക്കാഴികയാണ്. അപ്പോൾ ഈ ജെൻഡർ ഈക്വാലിറ്റിക്ക് കൂടുതൽ ശ്രമിക്കേണ്ടത്, മുമ്പും ഇനിയും കൂടുതൽ ശ്രമിക്കേണ്ടത് പുരുഷന്മാരാണ്. അവരതിനൊരു എഫേർട്ട് എടുക്കുക, അതിനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക, പഠിക്കുക, സ്വയം പരിശീലിക്കുക, ചെറിയതും വലുതുമായിട്ടുള്ള ശ്രമങ്ങൾ എടുക്കുക എന്നുള്ളത് കൂടെയാണ് ഞാൻ ഈ പുസ്തകത്തിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ ഒരു ലൈംഗിക അതിക്രമങ്ങളിലെ അപരാധി എന്ന് പറയുന്ന പുസ്തകത്തിൽ ആ ഒരു അധ്യായത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ആരോഗ്യകരമായ ആണത്വം എന്നത് ഒരു പുരുഷൻ ആദ്യം അവനവന് വേണ്ടി തന്നെ ഉത്കൃഷ്ടനാവുമ്പോഴാണ്. അപ്പോ സമൂഹമോ അല്ലെങ്കിൽ ചുറ്റും നിൽക്കുന്ന എന്തും നൽകിയിരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡിനപ്പുറം അവരവർക്ക് തന്നെ ഉത്കൃഷ്ടമായുള്ള രീതിയിൽ പെരുമാറാനും മനസ്സിലാക്കാനും കഴിയുമ്പോൾ മാത്രമേ ഒരാണായി മാറുന്നുള്ളൂ. അത് ഏത് തരത്തിലുള്ള മനുഷ്യനും അത് ആപ്ലിക്കബിൾ ആണ്. പക്ഷെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഒരു പുരുഷൻ എന്നുള്ള രീതിയിൽ, ഒരു ആണത്വം എന്നുള്ള രീതിയിൽ വരണം എന്നുണ്ടെങ്കിൽ അവരെ തന്നെ മനസ്സിലാക്കുകയും അവരെ കെട്ടിപ്പൂട്ടിയിട്ടിരിക്കുന്ന ചട്ടക്കൂടുകളിൽ നിന്ന്, കാരണം അവരും ജെൻഡർ സോഷ്യലൈസേഷന്റെ ഒരു ഇരകൾ തന്നെയാണ്. അപ്പൊ അതിനെ കൂടുതൽ മനസ്സിലാക്കുകയും അവർക്കുള്ള സവിശേഷ അധികാരങ്ങളെ ഏറ്റവും അനുയോജ്യമായ രീതിയിൽ പരിഭാഗപ്പെടുത്തിയെടുക്കാൻ അവർ തന്നെ ശ്രമിക്കുകയും കൂടെയാണ്. വളരെ ശ്രമകരമാണ്. പക്ഷെ ആ ഒരു ശ്രമത്തിലേക്ക് പുരുഷന്മാരെത്തേണ്ടതുണ്ട്. അതായത് ഈ മലയാളിയുടെ മനോലോകം എന്ന ഈ പുസ്തകത്തിലെ ഈ വായിച്ചു കഴിയുമ്പോൾ ഓരോ മലയാളിക്കും തങ്ങളിൽ ഉള്ളതായി കരുതപ്പെടുന്ന അല്ലെങ്കിൽ ഉണ്ട് എന്ന് തിരിച്ചറിയപ്പെടുന്ന വൈകല്യങ്ങൾ എങ്ങനെ മാറ്റാമെന്ന് നോക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ മാറ്റം വേണ്ടത് പുരുഷന്മാർക്ക് തന്നെയാണ് എന്ന് ആത്യന്തികമായിട്ട് പറയേണ്ടി വരും. വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങളിലൂടെ പോകുന്നുണ്ട്. ഡോക്ടർ ടി.സി. മറിയം തോമസ് എഴുതി DC ബുക്സ് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന മലയാളിയുടെ മനോലോകം എന്ന ഈ പുസ്തകത്തിൻ്റെ വില 220 രൂപയാണ്. ഓർക്കുക, വൈദ്യശാസ്ത്രങ്ങളിലെ മനോരോഗ സങ്കല്പങ്ങൾ എന്ന വിഷയത്തിൽ PhD ചെയ്തിട്ടാണ് ഡോക്ടർ ടി.സി. മറിയം തോമസ് നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അവരുടെ പുസ്തകങ്ങൾ എല്ലാം ഈ രീതിയിലുള്ള വിഷയങ്ങളിലൂടെ കടന്നു പോകുന്നു. കർണാടകയിലെ ഘരാനകളിലെ ഹിജഡകളുടെ സാമൂഹ്യ ജീവിതത്തെയും ലിംഗപദവിയെയും കുറിച്ച് റിസർച്ച് ചെയ്തു. ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ മനഃശാസ്ത്ര വിഭാഗം അധ്യാപികയായിരുന്നു. ഇപ്പോൾ കേരള സർവകലാശാലയിൽ മനഃശാസ്ത്ര വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ഇന്ന് നമ്മോടൊപ്പം ഈ സംഭാഷണത്തിൽ പങ്കെടുത്ത എഴുത്തുകാരിയായ ഡോക്ടർ ടി.സി. മറിയം തോമസ്. നന്ദി പറയട്ടെ. നന്ദി പറഞ്ഞുകൊണ്ട് അവസാന വാക്യം എന്നുള്ള നിലയ്ക്ക് ഈ പുസ്തകത്തിലെ ഒരു ഖണ്ഡിക ഞാൻ വായിക്കാം. ആണത്വത്തെക്കുറിച്ച് പറയുന്നത്: ആണുങ്ങൾക്കും കരയാം, വൈകാരികമായി ദുർബലരാവാം, സഹായം ചോദിക്കാം, സന്തോഷം പ്രകടിപ്പിക്കാം, ദയയോടെ പെരുമാറാം, ചിരിച്ചുകൊണ്ട് ഇടപെടാം, വിനയാന്വിതരാവാം, ഫെമിനിസ്റ്റുകളുമാവാം ആണുങ്ങൾക്ക്. അങ്ങനെ ആണുങ്ങൾ കരയാൻ പാടില്ല എന്ന് പറയുന്ന ആണത്ത നിർമ്മിതിയെ ആണുങ്ങൾ തന്നെ അഴിച്ച് പണിയുമ്പോഴാണ് നാം വിശാലമായൊരു മാനവികതയിലേക്ക് എത്തുക എന്ന് ഈ പുസ്തകം കൃത്യമായും പറയുന്നു. വളരെ നന്ദി.